ലോകത്ത് പ്രകാശമുള്ളവനാണ് ഭാരതീയൻ. പുതുവത്സരം ഈ പോങ്ങനെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മഹാതാരം മമ്മൂട്ടി ഒട്ടും തന്നെ വർണ്ണവെറി ഉള്ളവനല്ല. പോകന് വെറിയില്ലെങ്കിലും അല്പസ്വല്പം വർണ്ണ ചിന്തയുണ്ട് കേട്ടോ. പോകൻ മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രബുദ്ധ മലയാളികളും പിന്നിലല്ല. എന്തായാലും എന്റെ വർണ്ണ ചിന്തയും അതുവഴി ഉള്ളിലുണ്ടായിട്ടുള്ള നിറഭയവും പുതുവത്സര മധുരം നുണയുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു കളഞ്ഞു. അതിനെപ്പറ്റിയാണ് പോകൻ എന്ന് പറയുന്നത്. ഒരു 2 പതിറ്റാണ്ട് മുൻപ് ഇനി ത്രിവർണ്ണ പതാക ഒരു പാസ്റ്ററാണ് പോകന്റെ ഉള്ളിൽ വർണ്ണ ചിന്തയുടെ വിത്ത് പാകിയത്. ഇപ്പോഴും ആ പാസ്റ്ററിന്റെ പ്രസംഗം എന്റെ കാതുകളിലുണ്ട് കേട്ടോ. മുകളിൽ കുങ്കുമം, ശരിയുമുണ്ട്. അടിയിൽ പച്ച, നടുക്ക് വെള്ള. എന്താ കുങ്കുമം? ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മുകളിൽ കാണുന്നത് ഈ കുങ്കുമം. പച്ചയെന്ന് കേട്ടാൽ എനിക്കിപ്പോൾ ഹരിത മതേതരരെ ഓർമ്മ വരും. ഇന്നാൾ ഒരിക്കൽ ലീഗന്മാർ അവരുടെ ആഘോഷത്തിന് പച്ച ലഡു വിളമ്പിയത് പോകൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ സ്വല്പം കൗതുകം തോന്നി. കാലങ്ങളായി എനിക്ക് പരിചയമുള്ള ലഡുകളെല്ലാം മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ പച്ച ലഡു കണ്ടപ്പോൾ കൗതുകവും കൊതിയും എനിക്ക് തോന്നി. ഒരു ലീഗനായാൽ പോലും കൊള്ളാം എന്ന് പറയുന്നത്ര കൊതി. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ ചില ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് കാവി തോരണം പാടില്ല എന്ന് അധികാരികൾ ഉത്തരവിറക്കിയപ്പോൾ പാസ്റ്റർ പറഞ്ഞത് സത്യമാണ് എന്ന് പിന്നെയും എനിക്ക് തോന്നി. എന്താ കുങ്കുമം? അതായത് ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. കാവി അല്ലെങ്കിൽ ഓറഞ്ച് നിറം ഹൈന്ദവരുടെ കുത്തകയാണ്. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ്. പാസ്റ്റർ സാർ പറഞ്ഞ പോലെ അടിക്കാനും കുത്താനും തല്ലാനും മടിയില്ലാത്ത ഭ്രൂണഭുക്കുകളായിട്ടുള്ള രക്തദാഹികളെയാണ് ഓറഞ്ച് നിറം പ്രതിനിധീകരിക്കുന്നത്. ലീഗന്മാർ ഓറഞ്ച് ലഡു കൈകൊണ്ട് തൊടാത്തതിന് പിന്നിലുള്ള ഗുട്ടൻസ് പോങ്ങനിലെ വർണ്ണ ചിന്തകന് അതോടെ പിടികിട്ടി. ഓറഞ്ച് ലഡു ഹരിത മതേതരത്വത്തിന് കാര്യമായ നിലയിൽ ഊനം പകരും. പാസ്റ്ററുടെ ഭാഷയിൽ കാവി ഫാസിസ്റ്റുകളെയും പച്ച മതേതരത്വത്തെയും വെള്ള സമാധാനത്തെയും സൂചിപ്പിക്കുന്നുവെന്നാണ് വർണ്ണാർത്ഥം പാസ്റ്ററുടെ ഭാഷയിൽ. അതുപോലെ ചെമപ്പ് കമ്മ്യൂണിസ്റ്റുകളെയും മഞ്ഞ ഈഴവന്മാരെയും ഓറഞ്ച് നായന്മാരെയും നീലപ്പച്ച പുലയ സമുദായത്തെയും പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു വൈപ്പും പരക്കെ ഉണ്ട്. അടുക്കത്തെ വെള്ളയുണ്ടല്ലോ, അത് നമ്മളാ. വെള്ള ക്രൈസ്തവർ ഏറ്റെടുത്തു എന്നുള്ളത് പതിറ്റാണ്ടുകൾ 2 മുന്നേ തന്നെ പാസ്റ്റർ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എന്തായാലും പാസ്റ്റർ എന്റെ മനസ്സിൽ പാകിയിട്ടുള്ള വർണ്ണ ചിന്തയുടെ വിത്തിന് സാമൂഹ്യ മാധ്യമങ്ങൾ വെള്ളവും വളവും പകർന്നു. കാവി തോരണ നിരോധനത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ എന്നിലെ വർണ്ണ ചിന്തയ്ക്ക് തണലും നൽകി. ചുരുക്കി പറഞ്ഞാൽ വർണ്ണ ചിന്ത കാരണം പുതുവത്സരത്തിന് പ്രിയപ്പെട്ട ഒരു കേക്ക് വാങ്ങി മുറിച്ച് തിന്നാൻ പോകാൻ പറ്റാതായി എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇമാതിരി സാഹിത്യം വിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. നല്ല അമർഷമുണ്ട്. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് സസ്യസമ്പൂർണമായ ഭാരതഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച. ബേക്കറിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കേക്കിലൊക്കെ ജാതിമത രാഷ്ട്രീയ സാന്നിധ്യങ്ങളാണ് പോങ്ങൻ കാണുന്നത്. പിടികിട്ടിയോ? ബേക്കറിയിലെ പയ്യനാണെങ്കിൽ ഈ പോങ്ങന്റെ കാഴ്ചക്കാരനും എന്നോട് അല്പസ്വല്പമൊക്കെ പ്രിയമുള്ളവനുമാണ് പയ്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് കേക്ക് എടുക്കുമെന്ന കൗതുകത്തോടെ അവൻ എന്നെ തന്നെ ശ്രദ്ധിച്ചങ്ങനെ നിൽപ്പാണ്. ശരിക്കും ലക്ഷണം കണ്ടിട്ട് അവനും ഒരു വർണ്ണചിന്തകനാണെന്ന് തോന്നുകയും ചെയ്തു കേട്ടോ. അതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതരിൽ ഒരുവനായിട്ടുള്ള നമ്മുടെ നിഷാദ് സുലൈമാനും അവന്റെ കുടുംബവും ബേക്കറിയിലുണ്ട്. അവർക്ക് വർണ്ണചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല. എന്തായാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓറഞ്ച് ഗ്ലേസ് കേക്കിലേക്ക് ഞാൻ നോക്കിയതേയില്ല എന്നതാണ് സത്യം. കാരണം ഈ നാട്ടുമതേതരത്വത്തെ തകർക്കാൻ തയ്യാറെന്ന പോലെ കാണപ്പെടുന്ന അതിന്റെ നിറം തന്നെ ഈ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളുടെ പരിസരത്തെങ്ങും വിൽക്കാൻ അനുവദിക്കാത്ത അത്ര കാവ്യ നിറമായിരുന്നു ആ ഓറഞ്ച് ഗ്ലേസ് കേക്കിന്. ഇനി ഞാനത് വാങ്ങിയാൽ കൂട്ടുകാരന്റെ മതേതര ഭാവത്തിനെങ്ങാനും മുറിവ് പറ്റിയാലോ എന്ന് പറയുന്ന ആശങ്ക എന്നിലെ വർണ്ണചിന്തകനിൽ ഉണർന്നു എന്നതാണ് സത്യം. അവന്റെ ഉള്ളിൽ കാണപ്പെടാനിടയുള്ള മതേതര ഭാവത്തെ മാനിക്കുക, ഒപ്പം നാട്ടുമതേതരത്വത്തെ സംരക്ഷിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ എനിക്ക് പ്രിയപ്പെട്ട ഓറഞ്ച് ഗ്ലേസ് കേക്കിനെ കണ്ടില്ല എന്ന് നടിച്ച് ഒരു സാധാ പ്ലം കേക്കിൽ എന്റെ മധുരമോഹത്തെ ഒതുക്കി പണമൊടുക്കാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. നിഷാദ് സുലൈമാൻ പച്ച ലഡുവും പച്ച ജിലേബിയും അടക്കം പല പല പലഹാരങ്ങളും വാങ്ങി അങ്ങനെ അങ്ങ് വന്നിരിക്കുകയാണ്. അതൊന്നും പോരാഞ്ഞ അവന്റെയും ബീവിയുടെയും കയ്യിൽ ഓരോ കുപ്പി പച്ച വെള്ളവുമുണ്ട്. അവന്റെ മതേതര ഭാവത്തെ മാനിച്ച് എനിക്ക് പ്രിയപ്പെട്ട ഓറഞ്ച് ഗ്ലേസ് കേക്ക് വാങ്ങാതെ സാധാ പ്ലം കേക്കിന് പണമടച്ച ഞാനാരായി? കൊടും ഭ്രൂണഭുക്കായിട്ടുള്ള ഒരു ഹൈന്ദവ തീവ്രവാദി എന്ന നിലയിൽ ഞാൻ ഇത്രത്തോളം ദുർബലനാവാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. ആത്മനിന്ദ എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള ഹൈന്ദവ ഭീകരരുടെ മാനം കളയുന്ന പണിയാണ് എന്നിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അണ്ടകടാഹത്തിലെ സകല ഭ്രൂണഭുക്കുകളും എന്നോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ, അപേക്ഷിക്കാനുള്ളൂ. എന്തായാലും നിഷാദ് സുലൈമാന് വർണ്ണചിന്തയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പച്ച ലഡുവും പച്ച ജിലേബിയും പച്ചവെള്ളവും ഒക്കെ മനപ്രയാസം കൂടാതെ അവര് വാങ്ങാൻ പറ്റും. ഈ പോങ്ങനത് പറ്റില്ല, കാരണം എനിക്ക് വർണ്ണചിന്തയുണ്ട് എന്നിൽ. ഇത് ആരാണ് ഉണ്ടാക്കിയത്?
പാസ്റ്റർ മാത്രമാണോ? അല്ല. കാവ്യമുണ്ടുടുത്താലോ, ക്ഷേത്ര ദർശനം നടത്തിയാലോ, ചന്ദനക്കുറി തൊട്ടാലോ, ഉപചാരപൂർവ്വം കൂപ്പുകൈകളോടെ നമസ്കാരമോ നമസ്തയോ നൽകി സഹജീവിയെ ഒന്ന് അഭിവാദ്യം ചെയ്താലോ, വർഗീയവാദിയെന്നും ഹിന്ദു ഭീകരനെന്നും ഫാസിസ്റ്റ് എന്നും ചാപ്പ കുത്താൻ ഒരു സംഘം ആളുകൾ ഇവിടെയുണ്ട്. അത്തരക്കാരാണ് പലരിലും ഇത്തരം വർണ്ണചിന്തകൾ ആശങ്കയായി ഉണർത്തിവിടുന്നത്. എന്തായാലും ഒരു ഭ്രൂണബുക്ക് എന്ന നിലയിൽ നാട്ടുകാർ എന്ത് കരുതും എന്ന വൈക്ലഭ്യം കൂടാതെ നിറഭയം വെടിഞ്ഞ് അവനവൻ ഇഷ്ടമുള്ളത് പരസ്യമായി വാങ്ങാനും പരസ്യമായി തിന്നാനും പരസ്യമായി ഉടുക്കാനും ഒന്നും മടിക്കേണ്ടതില്ല എന്ന് എന്നോട് പറഞ്ഞത് മഹാതാരം മമ്മൂട്ടിയാണ്. നാവാലല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ. ഒട്ടും മടി കൂടാതെ നല്ല പച്ച നിറമുള്ള കേക്ക് മുറിച്ച് അദ്ദേഹം പുതുവത്സരാഘോഷം നടത്തിയത് കണ്ടപ്പോൾ പോങ്ങിന് വലിയ സന്തോഷമായി. ഒപ്പം ഹരിത കേരളത്തിലെ മതേതര സമൂഹം അദ്ദേഹത്തിന് നൽകുന്ന പരിഗണന മറ്റു പലർക്കും നൽകുന്നില്ലല്ലോ എന്ന് പറയുന്ന ചിന്ത അത് എന്നിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള 2 താരങ്ങളെ തന്നെ ഉദാഹരണമാക്കി പോകൻ പറയാം. അതായത് ക്ഷേത്ര ദർശനം നടത്തിയാൽ, നെറ്റിയിൽ ചന്ദനം തൊട്ടാൽ മോഹൻലാൽ വിമർശിക്കപ്പെടും, സംഘിയെന്ന് ആക്ഷേപിക്കപ്പെടും. പക്ഷെ ഇടത്തോട്ട് മുണ്ടെടുത്താൽ, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മമ്മൂട്ടി വിമർശിക്കപ്പെടില്ല, സുഡാപ്പിയെന്ന് ആക്ഷേപിക്കപ്പെടില്ല. ഇത് നവഹരിത മതേതര കേരളത്തിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മമ്മൂട്ടി മുറിച്ച പച്ച കേക്കിന്റെ സ്ഥാനത്ത് മോഹൻലാൽ ഓറഞ്ച് ഗ്ലേസ് കേക്ക് മുറിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉറപ്പായും ആ നിറത്തിന്റെ പേരിൽ മോഹൻലാൽ ആക്ഷേപിക്കപ്പെടുമായിരുന്നു. വെറുതെ പറയുന്നതല്ല. സംശയമുണ്ടോ? തീർച്ചയായിട്ടും ആക്ഷേപിക്കപ്പെടുമായിരുന്നു. എന്തായാലും കൊടും മതേതരർ ഒട്ടും മടി കൂടാതെ അവരുടെ സ്വത്വം വെളിവാക്കുമ്പോൾ എന്നെ പോലുള്ള ഭ്രൂണബുക്കുകൾ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത കൂടാതെ അവനവനോട് സത്യസന്ധത പുലർത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനിപ്പോൾ ഉണ്ട്. എന്തായാലും അടുത്ത കൊല്ലത്തെ പുതുവത്സരത്തിന് ഹരിത കേരളത്തിന്റെ മതേതര ബുദ്ധിയുടെ അണ്ണാക്കിലേക്ക് ഈ പോങ്ങൻ കാവി കളറുള്ള കേക്ക് മുറിച്ച് തള്ളിത്തരും. ഉറപ്പ്. ഒരു ഭ്രൂണബുക്ക് എന്ന നിലയിൽ ഹരിത മതേതരത്വത്തിന്റെ മാത്രമല്ല കാവ്യ ഫാസിസത്തിന്റെ മധുരവും പ്രബുദ്ധ കേരളം രുചിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന വിചാരത്തോടെ പോങ്ങനി സംസാരത്തിന് ചൊല്ലിടുകയാണ്. ആട്ടെ, നിറങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ലേൽ കേൾക്കണം. നിറങ്ങൾ രാഷ്ട്രീയം പറയും, നിറങ്ങൾ മതം പറയും, നിറങ്ങൾ വെറിയും പറയും. നിറങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. തീർച്ചയായിട്ടും നിറം വെറും നിറം മാത്രമല്ല, അത് പലപ്പോഴും നമ്മുടെ തനിനിറം തന്നെയാണ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാവോ? നിറം പറയും, തനി നിറം. എന്ത് പറയാനാണല്ലേ? ചിലപ്പോൾ തോന്നും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ പോങ്ങനി പറയുന്നത്, എന്ത് ഭോഷ്കാണ് ഈ പറയുന്നതെന്നൊക്കെ അല്ലേ? നമ്മുടെ ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നുന്നത്. പോങ്ങനത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഞാൻ പ്രബുദ്ധനല്ലല്ലോ, പോങ്ങനല്ലേ. കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഈ വീഡിയോയുടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പല സുഹൃത്തുക്കളും എന്നോട് പറയുന്നുണ്ട്, പോങ്ങ ഞാൻ ഹൈപ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ എന്ന് പറയും. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ പോങ്ങൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക സൗകര്യം ഗൂഗിൾ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ഒരുക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോങ്ങനെ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഈ വീഡിയോകൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തൂ എന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും കണ്ണിൽ ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സൗകര്യം വന്നുപെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് ഹൈപ്പ് തരാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. തീർന്നില്ല. ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം, അത് വെള്ളയില. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല, അത് വെള്ളയ്ക്കാണെന്ന്. ഗ്ലോറി. ഇനി കേൾക്കണോ? അശോകചക്രം എന്നാണ് അതിൻ്റെ പേര്. ശോകം ദുഃഖം, അശോകം ദുഃഖം മാറുമെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ളയെ വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമമാണേലും ദുഃഖം മാറണേ വെള്ളയെ വരണം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം. അതിന്റെ അർത്ഥം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക്